നമസ്തേ. പ്രമോദ് പെരുമ്പായിക്കാട്. ഇന്ന് കോട്ടയത്ത് നിന്നല്ല കേട്ടോ, ഇന്ന് ഹൈദരാബാദിൽ നിന്നാണ്. 2 ദിവസമായിട്ടും ക്രിറ്റക് സാബു സോഷ്യൽ മീഡിയയിലും TV ചാനലിലും ഒക്കെ വരുന്നുണ്ടല്ലോ. 25 കോടി കൊടുത്തതിനെ കുറിച്ചൊരു വിശദീകരണം. ഈ 25 കോടിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചോദ്യം ഈ സാറിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും. താങ്കൾ ഹൈദരാബാദിൽ വന്നിട്ട്, തെലങ്കാനയിൽ വന്നിട്ട്, വാറങ്കലിൽ പുതിയ ഫാക്ടറി തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ച് ഇന്ന് ആരോ ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പം ഒരു പാർട്ടിക്ക് പോലും ഒരു പൈസ പോലും ഞാൻ കൊടുത്തിട്ടില്ല, അല്ല ഞങ്ങളുടെ കമ്പനി കൊടുത്തിട്ടില്ല എന്ന് താങ്കൾ ബലം പിടിച്ച് പറയുന്നത് കണ്ടു. ഇന്നത്തെ കൊണ്ട് നിങ്ങളുടെ ഈ വാദം പൊളിയുകയാണ്. ഞാൻ ഇപ്പോൾ ഹൈദരാബാദിലാന്ന് പറഞ്ഞില്ലേ, ഇദ്ദേഹം TRS പാർട്ടിയുമായിട്ട്, ഇപ്പോഴത്തെ BRS പാർട്ടിയുമായിട്ട് ചേർന്ന് നടത്തിയ ഒരു വലിയൊരു സ്കാമിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ഇതുവരെ ഒരു പാർട്ടിക്ക് പോലും ഒരു പൈസ പോലും കൊടുത്തിട്ടൊരു ഫേവർ സ്വീകരിച്ചിട്ടില്ല, അല്ലെ ഒരു പാർട്ടി എന്നെ സഹായിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് കുറേ ഡൊണേഷൻ കൊടുത്തല്ലാതെ ഒന്നും വേണ്ട എന്നൊക്കെയല്ലേ പറഞ്ഞു വരുന്നത്. ഒരു 2021 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു ജെറ്റ് ഫ്ലൈറ്റ്, പ്രൈവറ്റ് ജെറ്റ് ഹൈദരാബാദിൽ നിന്ന് വന്നു, സാബു ജേക്കബിനെ പൊക്കിക്കൊണ്ടുപോയി ഇവിടുന്ന്. എന്നിട്ട് അവിടെ രാജകീയ സ്വീകരണം കൊടുത്തു. അതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോയും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും, KT രാമറാവു എന്ന് പറഞ്ഞ IT മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. എന്തെല്ലാം പൊല്ലാപ്പായിരുന്നു ഇവിടെ കിടന്നു. കേരള ഗവൺമെൻറ്റുമായിട്ട് വഴക്കുണ്ടാക്കിയ ആളെ ഹൈദരാബാദിൽ കൊണ്ടുപോയി രാജകീയ സ്വീകരണം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജെറ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഹൈദരാബാദിലെ ലാൻഡ് ചെയ്തിട്ട് 6 മണിക്കൂറിനകം 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നെ ഒരു 3 ദിവസത്തിനകം ഒരു 2500 കോടിയും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങ് തീരുമാനിക്കും. അങ്ങനെ കാശ് ഇങ്ങനെ 14,000 കോടിയൊക്കെ ആയിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയത് അല്ലേ. ഇതിങ്ങനെ വെച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ താങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ കുറേ പേരൊക്കെ ഇതങ്ങ് വിശ്വസിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഈ പ്രൈവറ്റ് ജെറ്റ്, ഇദ്ദേഹത്തിൻ്റെ വേറൊരു സമയത്ത് പറയുന്നുണ്ട് 9 സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നു, അവിടെ വന്ന് ഫാക്ടറി ഇടാൻ. അവിടെ എങ്ങും പോയില്ല. അദ്ദേഹം തെലങ്കാന സെലക്ട് ചെയ്തു, ഹൈദരാബാദ്. എന്തിന്? അവർ മാത്രമല്ലേ ജെറ്റ് ഫ്ലൈറ്റ് അയച്ചുള്ളൂ, പ്രൈവറ്റ് ജെറ്റ് അയച്ചുള്ളൂ. കൊള്ളാം അല്ലേ. ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്, ഇവിടെ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ്. ഹൈദരാബാദിൽ തെലങ്കാന ഗവൺമെന്റ് 2 തവണ ഭരണം കിട്ടി. ഇപ്പൊ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ഇവരിതുവരെ വേറെ ആർക്കും ഈ പ്രൈവറ്റ് ജെറ്റ് ഒന്നും അയച്ചു കൊടുത്തായിട്ടൊന്നും കേട്ടു. അങ്ങനെയാണെങ്കിൽ ഈ അംബാനിയും അഡാനിയും പിന്നെ വലിയ വലിയ ഗ്രൂപ്പുകാരൊക്കെ ഉണ്ടല്ലോ, വേറെ ആർക്കും ബിസിനസ് അറിയത്തില്ലേ? വേറെ ആരുടെയും കാശില്ലേ? വേറെ ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലേ? ഈ പ്രൈവറ്റ് ജെറ്റ് പരിപാടി ഉണ്ടല്ലോ, ഇത് നല്ലൊരു ഉടായ്പായിരുന്നു, നല്ലൊരു സ്ക്രീൻ പ്ലേ, ഒരു തിരക്കഥ. ഈ സാബു ജേക്കബിന്റെ കമ്പനിയിലെ ഒരു സീനിയർ മാനേജറുടെ ബന്ധു ഇവിടുത്തെ GHMC, ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ, അവിടെ ജോലി ചെയ്യുന്നു. ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന വേറെ ആൾക്കാരും, അത് സാബു സാറിന് തന്നെ ബന്ധു. ഇവർ വഴി സാബു സാർ കളിച്ചൊരു കളിയാണിത്. അല്ലാതെ KT രാമറാവു എന്ന് പറഞ്ഞ മിനിസ്റ്റർ അന്ന് പറഞ്ഞ പോലെ ഞാൻ പത്രത്തിൽ രാവിലെ വായിച്ചുകൊണ്ടിരുന്നപ്പം സാബു ജേക്കബിനെ കുറിച്ച് കേട്ടു, കിറ്റക്സിനെ കുറിച്ച് കേട്ടു, കേരള ഗവൺമെന്റ് അവരെ അവഗണിക്കുന്നതായിട്ട് കേട്ടു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയോട് പറഞ്ഞു, അതായത് ഒരു AS സാറിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥ. ഇതൊന്നും അല്ലായിരുന്നു, ഇതൊക്കെ ഈ തിരക്കഥ ഉണ്ടാക്കി മിനിസ്റ്റർ ഇങ്ങനെ പറയണം, സാബു ജേക്കബ് ഇങ്ങനെ ചെയ്യണം, പ്രൈവറ്റ് ജെറ്റ് ബുക്ക് ചെയ്യും, ഈ കഥ. ഇതിൻ്റെ എല്ലാം പേയ്മെന്റ് ഉണ്ടല്ലോ, പ്രൈവറ്റ് ജെറ്റിന്റെ പേയ്മെന്റും പിന്നെ അദ്ദേഹം ഇവിടെ താമസിച്ചതും, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലാണ്, അല്ലാതെ ഇവിടുത്തെ മിനിസ്റ്റർ ഒന്നും കൊടുത്തൊന്നുമല്ല. ഈ രഹസ്യം ഞാൻ ഇലക്ഷൻ ഒരു 2 ആഴ്ച മുമ്പ് പുറത്തുവിടാമെന്നൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ ബോണ്ടിന്റെ കാര്യം വരുന്നത്, ഇലക്ട്രൽ ബോണ്ടിന്റെ 25 കോടിയുടെ കാര്യം വരുന്നത്. അപ്പൊ പിന്നെ എൻ്റെ ആ ഒരു ചൂടങ്ങ് പോകും ഞാൻ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് പറയുക, നാളെ സുപ്രീം കോർട്ട് കുറച്ചുകൂടെ വിവരങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ്. ഏതൊക്കെ പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ഏതൊക്കെ കോർപ്പറേറ്റുകൾ ഏത് പാർട്ടിക്കാണ് കൊടുത്തതെന്നുള്ള കാര്യം കൂടെ പുറത്തുവിടാൻ പോവുകയാണ്. ഇപ്പൊ ഇത് എന്താ പറഞ്ഞാൽ 25 കോടിയുടെ ബോണ്ടേ മേടിച്ചിട്ടുള്ളൂ അല്ല, 150 കോടിക്ക് മുകളിലാണ് പരട്ടുന്നത്. ഇത് വെറും ഒരു കിറ്റക്സ് മാത്രമല്ല, ഇവർക്കുണ്ട് ഷെൽ കമ്പനികളൊക്കെ. ഇവിടുത്തെ ഈ KTR, KCR, TRS എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടല്ലോ, അവർ കമന്ന് വീണ കാൽപ്പണമായിട്ടേ പോകുന്നു. അവർ ആ പാർട്ടി ഉണ്ടായത് തന്നെ അങ്ങനെയാ, അല്ലെ ഉണ്ടാക്കിയത് തന്നെ അതിന് വേണ്ടിയിട്ട്, കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം. ഈ 2 ദിവസം മുമ്പ് കണ്ടല്ലോ, മകളിപ്പാകത്ത ഡൽഹിയിലും ED പൊക്കിക്കൊണ്ടുപോയി. മകളുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ അപ്പനും ആങ്ങളെയും കൂടെ അവിടെ മദ്യത്തിന്റെ വ്യവസായം നടത്തുമായിരുന്നു. പൊക്കി. ആ പെൺപിള്ളിക്ക് ഒന്നും അറിയത്തില്ല. പക്ഷേ ED വന്ന് യോജിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ പേരിലെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർ ഈ കാശ് മുടക്കിയുള്ള ഈ കളിക്ക് സാബുവായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു അന്തർധാരയെന്നോ അതല്ലെങ്കിൽ അണ്ടർ ദ ഡെസ്ക് ഡീൽ എന്നോ ഒക്കെ എന്ത് വേണേൽ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, 750-800 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിക്ക് പെട്ടെന്ന് പുറത്തുനിന്നൊരു സ്റ്റേറ്റിലേക്ക് അവർ വിളിച്ചു വരുത്തിയിട്ട് 4000 കോടിയുടെ പദ്ധതി തുടങ്ങിക്കോ, എന്നാൽ ഇഷ്ടം പോലെ ലോൺ അങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് ഈ ഇൻഫോസിസും TCS പോലുള്ള കമ്പനിക്കാർക്ക് പോലും കൊടുക്കുന്നില്ല ഇങ്ങനെയൊന്നും. പിന്നെ എന്തിന് ഈ സാബുവിന് മാത്രം എന്താ ഒരു സവിശേഷത? നാളെ പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാബുവിന്റെ ഷെൽ കമ്പനികളൊക്കെ വേറെ ഏതൊക്കെ ഉണ്ടെന്ന്. അടുത്ത കാര്യം, തെലങ്കാനയിലെ വാറങ്കൽ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം 1.2 കിലോമീറ്റർ നീളമുള്ള ഫാക്ടറി തുടങ്ങുന്നൊക്കെ പറഞ്ഞ് വേൾഡ് റെക്കോർഡ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് സന്തോഷമുള്ള കാര്യം. ഒരു മലയാളി അങ്ങനെ തുടങ്ങിയെങ്കിൽ, അങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയെങ്കിൽ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ തള്ളുന്ന പരിപാടി ഉണ്ടല്ലോ, അതാദ്യം നിർത്തണം. ഞാൻ ആദ്യം ഒന്നും മേടിച്ചിട്ടില്ല എന്നുള്ളത്. 2021 അവർക്ക് ഇവിടുന്ന് ലോണൊക്കെ കിട്ടി. അവർ പാർട്ടിയും സാബുവും തമ്മിലുള്ള ഇടപാടൊക്കെ നടന്നു. അഡ്വാൻസ് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ആര്? ഗവൺമെന്റ് സാബുവിന് കൊടുത്തെന്നല്ല പറഞ്ഞത്,
സാബു TRS കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞു അഡ്വാൻസ്. അതൊക്കെ കൊടുത്തു, ഫാക്ടറി തുടങ്ങി. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു, ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 2023 വാരങ്കലിലെ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ആര്? KCR. അവരുടെ ഒരു ആഗ്രഹം. ഇപ്പൊ KCR എവിടെയാ? ഇപ്പൊ വീട്ടിൽ ഇരിപ്പുണ്ട്. ആ കസേര കയറി രേവന്ത് റെഡ്ഡി ഇരിപ്പുണ്ട്, കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റർ. അതുപോട്ടെ, KCRന്റെ ആഗ്രഹം നടന്നില്ല, ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് കിറ്റക്സിന്റെ കമ്പനി എന്തായി? അത് ഇതുവരെ എങ്ങും എത്തിയില്ല, ഇതുവരെ ഉദ്ഘാടനത്തിന് റെഡി ആയിട്ടില്ല. അത് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ, ലോക്കൽ പ്രശ്നങ്ങളൊക്കെ, പൊല്യൂഷൻ്റെ ഇഷ്യൂവും അതും ഇതൊക്കെ ഉണ്ട്. എടുത്തിയാടി ഓടി ഇങ്ങോട്ട് പോന്നു. കേരളത്തിൽ എല്ലാവരും പുള്ളിയെ അങ്ങ് ഗ്രിപ്പ് ചെയ്യുകയാണ്, ശല്യപ്പെടുത്തുവാണ്, ആരെയും ഒന്നും ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇവിടെ വന്നത്. നിയമങ്ങളൊക്കെ പാലിച്ചില്ലേ പറ്റുള്ളൂ. കാര്യം ഈ കൈക്കൂലിയും അണ്ടർ ദ ഡെസ്ക് ഡീലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, 25 കോടി അല്ല, 100 കോടിക്ക് മുകളിലാണ്, 100-ന് 150 കോടിക്ക് ഇടയ്ക്കുള്ളതാണ്. അതിൽ കുറഞ്ഞ ഒരു പരിപാടിയും നടക്കില്ല. ഈ സാബു ജേക്കബ് എന്ന് പറഞ്ഞ മുതലാളിക്ക് ഇവിടെ കാശ് കൊടുക്കാതെ ഒരു പരിപാടിയും നടക്കില്ല. ഇതിവിടെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാബു ജേക്കബ് ഈ തെലങ്കാനയിലേക്ക് വന്നിരിക്കുന്നത് തന്നെ. സാബു ജേക്കബിനെ പോലുള്ളൊരു മുതലാളിക്ക് എന്ത് ബിസിനസ് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ കാശുണ്ടാക്കാം, ഇതൊന്നും ആരും ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ തട്ടിപ്പ് പരിപാടി ഉണ്ടല്ലോ, 2020, ബാക്കിയുള്ള പാർട്ടിക്കാർ മുഴുവൻ കള്ളന്മാരാണ്, അവർ നമ്മളെ അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണ്. നമുക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെ ഉണ്ടാക്കി ഈ 2020 മാത്രമേ കേരളത്തിന് വേണ്ടി നീതി ചെയ്യാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വാചക കസർത്ത്. എന്നിട്ടോ ഈ തെലങ്കാനയിൽ വന്നിട്ട് ഇവിടെ കൈക്കൂലി കൊടുക്കുക, കോടികളും. എങ്ങനെയുണ്ട് മുതലാളിയുടെ കളി? കോൺഗ്രസ് ഗവൺമെന്റ് അന്വേഷണം നടത്തുന്നുണ്ട്, എത്ര 100 കോടികൾ ഈ KCR ആൻഡ് കമ്പനി ഈ സാബുവിൻ്റെ നിന്ന് മേടിച്ചിട്ടെന്നുള്ളത്. കാരണം ഈ ലോൺ കൊടുത്തതൊക്കെ ഉണ്ടല്ലോ, അനധികൃത ലോൺ തന്നെയാണ്. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം, കേരളത്തിലൊന്നും വേണ്ട, ആ കിഴക്കമ്പലം ഭാഗത്തുള്ള ജനങ്ങളോട്. ഇദ്ദേഹം എവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനലുകൾ കൊടുത്ത ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കേരളത്തിലെ എൻ്റെ ബിസിനസ് റീലൊക്കേറ്റ് ചെയ്യുകയാണ് തെലങ്കാനയിലേക്ക്, അത് ബിസിനസ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണ്. ഇദ്ദേഹം റീലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ കേരളത്തിലെ 2-3 പഞ്ചായത്തുകളിലൊക്കെ ഇവരുടെ കമ്പനി മാത്രം ജോലി ചെയ്ത് വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് ജീവിച്ചവരുടെയൊക്കെ അവസ്ഥ എന്താവും? ഒന്ന് ആലോചിച്ചേക്കണേ ഇടയ്ക്കൊക്കെ. ഇദ്ദേഹം മൊത്തത്തിൽ പറിച്ചുകൊണ്ട് പോകാന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വാക്കാ കേട്ടോ.